ഡിയേഴ്സ്, എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഓവുലേഷൻ കഴിഞ്ഞ് ഇംപ്ലാന്റേഷൻ എളുപ്പത്തിൽ നടത്താൻ വേണ്ടിയിട്ട് അതിനെ സപ്പോർട്ട് ചെയ്യുന്ന സഹായിക്കുന്ന ടിപ്സ് അന്വേഷിക്കുന്നവരാണ് ഫെർട്ടിലിറ്റി ട്രീറ്റ്മെന്റ് എടുക്കുന്ന എല്ലാവരും തന്നെ. അങ്ങനെ നിങ്ങൾക്ക് എല്ലാവർക്കും വളരെയധികം യൂസ്ഫുൾ ആയിട്ടുള്ള ഇംപ്ലാന്റേഷൻ എളുപ്പത്തിൽ നടക്കാൻ സഹായിക്കുന്ന ഒരു ടിപ്പിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ സംസാരിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്കിത് എന്താണെന്ന് നോക്കാം. വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഇതിനോടകം ഒരുപാട് ആളുകൾ നമ്മുടെ ചാനൽ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആയിട്ടുണ്ട്. അവരുടെയൊക്കെ സക്സസ് സ്റ്റോറീസ് കാണാൻ വേണ്ടിയിട്ട് നമ്മുടെ ചാനൽ വിസിറ്റ് ചെയ്തതിന് ശേഷം കമ്മ്യൂണിറ്റി ടാബ് നോക്കുക കേട്ടോ. നിങ്ങളുടേതായിട്ടുള്ള സെയിം ഹെൽത്ത് കണ്ടീഷൻസ് ഉള്ള ആളുകൾ എന്തെല്ലാം ടിപ്സ് ആണ് ഫോളോ ചെയ്തതെന്ന് നിങ്ങൾക്ക് അതിലൂടെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും. അതിൽ നിങ്ങൾക്ക് യൂസ്ഫുൾ ആണെന്ന് തോന്നുന്ന തരത്തിലുള്ള ഏതെങ്കിലും ഒരു ഹോം റെമഡിയോ ടിപ്പോ നിങ്ങൾക്ക് ഫോളോ ചെയ്യാവുന്നതാണ് കേട്ടോ. ഒരിക്കലും ഒരു ഡോക്ടറുടെ ട്രീറ്റ്മെന്റിന് സബ്സ്റ്റിറ്റ്യൂട്ട് ആയിട്ടുള്ളതല്ല നമ്മുടെ ചാനലിൽ പറയുന്ന ടിപ്സ്. ഡോക്ടറുടെ ട്രീറ്റ്മെന്റ്സിനോടൊപ്പം ഞാൻ ഈ പറയുന്ന ടിപ്സും കൂടി നിങ്ങൾ കൃത്യമായിട്ട് ഫോളോ ചെയ്ത് ലൈഫ് സ്റ്റൈലിൽ മാറ്റങ്ങൾ കൊണ്ടുവരികയാണെങ്കിൽ എളുപ്പത്തിൽ പ്രഗ്നന്റ് ആകാനായിട്ട് അത് ഒരുപാട് സഹായിക്കും കേട്ടോ. പിന്നെ നമ്മുടെ ചാനലിൽ എന്തെങ്കിലും ഡൗട്ട്സ് കമന്റ് ചെയ്യുന്നവർക്ക് റിപ്ലൈ ലഭിച്ചിട്ടില്ലെങ്കിൽ 24 hours നിങ്ങൾക്ക് റിപ്ലൈ ലഭിച്ചിട്ടില്ലെങ്കിൽ ഞാൻ ഓരോ ദിവസവും മൺഡേ ടു ഫ്രൈഡേ ലൈവ് വരുന്നുണ്ട് ചാനലിൽ. ഓൾറെഡി ടൈം നമ്മുടെ കമ്മ്യൂണിറ്റി ടാബിൽ പോസ്റ്റ് ചെയ്യുന്നതാണ്. ആ ടൈം വെച്ച് നോക്കിയിട്ട് നിങ്ങൾക്ക് ലൈവിൽ കമന്റ് ചെയ്യാവുന്നതാണ്. ഡയറക്റ്റ് ആയിട്ട് നമുക്ക് ഇന്ററാക്ഷൻ നടക്കും. അതായത് നിങ്ങൾ ചോദിക്കുന്ന ചോദ്യത്തിന് അപ്പോൾ തന്നെ റിപ്ലൈ ലഭിക്കാനായിട്ട് നിങ്ങൾക്ക് അതിലൂടെ സാധിക്കും കേട്ടോ. ഏറ്റവും കൂടുതൽ IVF ട്രീറ്റ്മെന്റ് എടുക്കുന്നവർക്ക് വളരെ എക്സ്പെൻസീവ് ആയിട്ടുള്ള ഒരു ട്രീറ്റ്മെന്റ് ആണ് IVF എന്ന് പറയുന്നത്. IVF ട്രീറ്റ്മെന്റിൽ ഡോക്ടേഴ്സ് പറയുന്ന ഓരോ ടിപ്സും അതുപോലെ അവർ തരുന്ന ഓരോ മെഡിക്കേഷൻസും നമ്മളുടെ പ്രഗ്നന്റ് ആകാനായിട്ടുള്ള സാധ്യത ഇരട്ടിയാക്കുന്ന കാര്യങ്ങളാണ്. അങ്ങനെ IVF ചെയ്യുന്ന ഡോക്ടേഴ്സ് ഏറ്റവും കൂടുതൽ റെക്കമെൻഡ് ചെയ്യുന്ന ഒരു ടിപ്പാണ് കേട്ടോ ഇന്നത്തെ വീഡിയോയുടെ വിഷയം. ഇവിടെ സംസാരിക്കാൻ പോകുന്നത് നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു സൈഡ് ചരിഞ്ഞു കിടക്കുന്നതിന്റെ ബെനഫിറ്റിനെ പറ്റിയിട്ടാണ്. നമ്മൾ ലെഫ്റ്റ് സൈഡ് അല്ലെങ്കിൽ ഇടതുവശം ചരിഞ്ഞു കിടക്കുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ടുള്ള സാധ്യതകൾ വർദ്ധിപ്പിക്കുന്നു എന്നാണ് പഠനങ്ങൾ സൂചിപ്പിക്കുന്നത്. സാധാരണയായിട്ട് നമ്മളിപ്പോൾ കിടക്കുന്നത് നോർമലി നമ്മൾ കിടക്കുന്ന സ്ലീപ്പിംഗ് പൊസിഷൻ എന്ന് പറയുന്നത് ബാക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ സ്റ്റൊമക്ക് വെച്ചിട്ട് അല്ലെങ്കിൽ ലെഫ്റ്റോ റൈറ്റോ ചരിഞ്ഞിട്ടാണ് എല്ലാവരും തന്നെ കിടക്കുന്നത്. ഈ സ്ലീപ്പിംഗ് പൊസിഷനൊക്കെ വെച്ച് നോക്കുമ്പോഴേക്കും നമ്മൾ ഇടതുവശത്തേക്ക് നമ്മൾ ചരിഞ്ഞു കിടക്കുന്നത് നമ്മളുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു എന്ന് പഠനങ്ങൾ സൂചിപ്പിക്കുന്നു. എങ്ങനെയാണ് ഇത് സപ്പോർട്ട് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ശരീരത്തിലെ ബ്ലഡ് സർക്കുലേഷൻ നമ്മുടെ ലോവർ പാർട്ടിലോട്ട് നമ്മുടെ ഹാർട്ടിന് താഴെയുള്ള ലോവർ ആയിട്ടുള്ള നമ്മുടെ ബോഡി പാർട്സിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. നമ്മുടെ അണ്ഡാശയവും അതുപോലെ നമ്മുടെ യൂട്രസും ഒക്കെ സ്ഥിതി ചെയ്യുന്നത് ലോവർ പാർട്ടിലാണ്. ഇങ്ങോട്ടേക്കുള്ള ബ്ലഡ് സർക്കുലേഷൻ ഹാർട്ടിൽ നിന്നും ധമനികൾ വഴി കൃത്യമായിട്ട് നമ്മളുടെ ശരീരഭാഗങ്ങളിലോട്ട് എത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡ് ചരിഞ്ഞു കിടക്കുന്നത് നമ്മളെ സഹായിക്കുന്നു. രാത്രി ഏകദേശം ഒരു 7 മണിക്കൂർ അല്ലെങ്കിൽ ഒരു 8 മണിക്കൂർ ഉറങ്ങുന്നവരാണ് നമ്മൾ എല്ലാവരും തന്നെ. ഈ ഒരു ഈ ഉറങ്ങുന്ന സമയത്ത് ഒരു 4 മണിക്കൂറെങ്കിലും നമ്മൾ ആ ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മളുടെ ശരീരത്തിലെ പ്രവർത്തനങ്ങൾ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഒരു സ്ത്രീയും പുരുഷനും ഉറങ്ങുന്ന സമയത്ത് അവരുടെ ശരീരത്തിൽ ഒരുപാട് ഹോർമോണുകളുടെ പ്രവർത്തനം നടക്കുന്നുണ്ട്. നമ്മൾ ഉറങ്ങി എഴുന്നേൽക്കുമ്പോൾ ആക്റ്റീവായിട്ടിരിക്കുന്നതും മറ്റുള്ള കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു എനർജി നമുക്ക് തരുന്നതിനും നമ്മളുടെ ശരീരത്തിലെ എല്ലാ ഹോർമോൺസിന്റെയും പ്രവർത്തനം കൃത്യമായിട്ട് നടക്കുന്നതിനും കൃത്യവും അതുപോലെ ഹെൽത്തിയുമായിട്ടുള്ള ഉറക്കം നമ്മളെ കിട്ടുന്നത് സഹായിക്കുന്നു. ഇതിൽ നമ്മൾ ലെഫ്റ്റ് സൈഡിലെ ഒരു പൊസിഷൻ പിടിച്ച് നമ്മൾ ചരിഞ്ഞു കിടക്കുന്നത് ലോവർ പാർട്ടിലോട്ട് നമ്മുടെ കാലിന്റെ ആ ഒരു വിരൽ വരെയുള്ള പാർട്ടിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് വർദ്ധിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഇത്തരത്തിൽ നമ്മുടെ ഓരോ ഭാഗങ്ങളിലോട്ടും എസ്പെഷ്യലി നമ്മുടെ റീപ്രൊഡക്റ്റീവ് സിസ്റ്റത്തിലോട്ടൊക്കെയുള്ള ബ്ലഡ് സർക്കുലേഷൻ വർദ്ധിപ്പിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ആ ഒരു ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്തൊക്കെ നമ്മുടെ എൻഡോമെട്രിയൽ ലൈനിങ് കൃത്യമായിട്ട് തിക്കണാകുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ നമ്മുടെ ഫെർട്ടിലൈസ്ഡ് ആയിട്ട് വന്നിട്ടുള്ള എഗ്ഗിന് നമ്മുടെ എംബ്രിയോയ്ക്ക് വേണ്ടിയിട്ട് എംബ്രിയോയെ നറിഷ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് അതിനെ ഒന്ന് ഫസ്റ്റ് ട്രൈമസ്റ്ററിലൊക്കെ കൃത്യമായിട്ട് സപ്പോർട്ട് കൊടുത്ത് ഗ്രോത്ത് കൊടുത്ത് വളർത്തി എടുക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ന്യൂട്രിയൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ഒരു പൊസിഷനിൽ നമ്മൾ ചരിഞ്ഞു കിടക്കുന്നത് സഹായിക്കുന്നു. രണ്ടാമത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മളുടെ ശരീരത്തിലെ ഡൈജഷൻ കൃത്യമായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ലെഫ്റ്റ് സൈഡ് നമ്മൾ ചരിഞ്ഞു കിടക്കുന്നത് ഹെൽപ്പ് ചെയ്യുന്നു. രാത്രി നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ഡൈജഷൻ കൃത്യമായിട്ട് നടക്കണമെങ്കിൽ നമ്മൾ കഴിക്കുന്ന ഭക്ഷണം ലഘുവായിരിക്കണം. അതുപോലെ നമ്മൾ സ്ലീപ്പ് ചെയ്യുന്ന പൊസിഷനും അതിനനുസരിച്ചിട്ടുള്ളതായിരിക്കണം. നമ്മൾ അങ്ങനെ അല്ലാത്ത പൊസിഷൻ എടുത്തു കഴിഞ്ഞാൽ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ നമുക്ക് ഹാർട്ട് ബേൺ ഉണ്ടാവുന്നതിനും അതായത് നെഞ്ചരിച്ചിൽ ഉണ്ടാവുന്നതിനും ഗ്യാസ് തികട്ടി വരുന്നതിനും ഗ്യാസ് കയറി വയറ് തിങ്ങിയിരിക്കുന്നതിനും അതുപോലെ തന്നെ രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ തലവേദന അനുഭവപ്പെടുന്നതിനും ഒക്കെ കാരണമാവുന്നു. അതൊക്കെ ഒന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ടും നമ്മുടെ ഭക്ഷണം കൃത്യമായിട്ട് ദഹിക്കുന്നതിന് വേണ്ടിയിട്ടും നമ്മൾ ഉറങ്ങുന്ന സമയത്ത് ഒരു ലെഫ്റ്റ് സൈഡ് പൊസിഷൻ ചേർന്ന് ഉറങ്ങുന്നതായിരിക്കും എന്തുകൊണ്ടും നല്ലത് കേട്ടോ.
ഈ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് മാത്രമല്ല, നമ്മുടെ പ്രഗ്നൻസിയുടെ ആ ഒരു മാസങ്ങളിൽ, നമ്മുടെ പ്രഗ്നൻസി നമ്മുടെ വയറൊക്കെ ഒന്ന് വളർന്നു തുടങ്ങുന്ന മാസങ്ങളിൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാകും പഴമക്കാർ പറഞ്ഞതായിട്ട് ചരിഞ്ഞു കിടക്കാനായിട്ട്, നമ്മുടെ ഇടതുവശം ചരിഞ്ഞു കിടക്കാനായിട്ട് പഴമക്കാർ നമ്മളോട് പറയുന്നത്, നമ്മുടെ കാർന്നോമാർ നമ്മളോട് പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ടാകും. ഈ ഒരു സമയത്തൊക്കെ ഏറ്റവും കൂടുതൽ ബ്ലഡ് സർക്കുലേഷൻ കിട്ടേണ്ട സമയമാണ് കുഞ്ഞിലേക്ക്. ഈ കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കൃത്യമായിട്ട് കിട്ടിയിട്ടില്ല എങ്കിൽ കുഞ്ഞിനെ കൃത്യമായിട്ട് ഗ്രോ ആകാനായിട്ട് പറ്റില്ല. ഇനി ആരൊക്കെയാണ് ഈ സിറ്റുവേഷനിൽ ഏറ്റവും കൂടുതൽ ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ എന്ന് പറയുന്നത് PCODയുടെ ബുദ്ധിമുട്ടുകൾ ഉള്ളവർ. അതായത് PCODയുടെ ബുദ്ധിമുട്ടുള്ള ഉള്ളവർക്ക് അവർ പ്രഗ്നന്റ് ആകാനായിട്ട് കുറച്ചൊരു ഡിഫിക്കൽട്ടീസ് നേരിടുന്നവരാണ്. അങ്ങനെയുള്ളവർ ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നമ്മുടെ ഇംപ്ലാന്റേഷൻ നടക്കാൻ വേണ്ടിയിട്ട് ശരീരത്തിനെ ഒന്നും കൂടി ഒരു പടി കൂടി ഒന്ന് സപ്പോർട്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. രണ്ടാമത്, റെക്കറന്റ് ആയിട്ട് മിസ്കാരേജ് വന്നിട്ടുള്ളവർ. റെക്കറന്റ് മിസ്കാരേജ് എന്ന് പറയുന്നത് നമുക്ക് തുടർച്ചയായിട്ട് അബോർഷൻ സംഭവിച്ചു പോയിട്ടുള്ളവർ, കെമിക്കൽ പ്രഗ്നൻസി ഉണ്ടായിട്ടുള്ളവർ, ഗ്രോത്ത് നിന്ന് പോയിട്ടുള്ളവർ, അല്ലെങ്കിൽ ഹാർട്ട് ബീറ്റ് കിട്ടാതെ വന്നിട്ടുള്ളവരൊക്കെ ഈ ഒരു പൊസിഷൻ ട്രൈ ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതായിരിക്കും. അവർക്ക് അത്തരത്തിലുള്ള ഒരു ഗ്രോത്ത് കിട്ടാതെ പോയിട്ടുണ്ടായിരുന്നത് ചിലപ്പോൾ ക്രോമസോമൽ അബ്നോർമാലിറ്റീസ് എന്തെങ്കിലും ഉള്ളത് കൊണ്ടോ അല്ലെങ്കിൽ കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറഞ്ഞു പോകുന്നത് കൊണ്ടൊക്കെ ആയിരിക്കും. കുഞ്ഞിന്റെ ഗ്രോത്ത് എസ്പെഷ്യലി നിന്ന് പോകുന്നത് കുഞ്ഞിലോട്ടുള്ള ബ്ലഡ് സർക്കുലേഷൻ കുറയുമ്പോഴാണ് വളർച്ച അവിടെ നിന്ന് പോകുന്നത്. അതൊന്ന് പ്രിവെന്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ നിൽക്കുന്നത് നല്ലതായിരിക്കും. അതുപോലെ തന്നെ ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി ട്രൈ ചെയ്തിട്ട് കിട്ടാത്തവരും ഇത്തരത്തിലുള്ള ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ ഓപ്റ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടും നല്ലതാണ്. അടുത്തതായിട്ട്, എപ്പോഴാണ് ഈ ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ, എസ്പെഷ്യലി ഡോക്ടേഴ്സ് ഒക്കെ, അതായത് IVF ഒക്കെ ചെയ്യുന്ന ഡോക്ടേഴ്സ് നമ്മളെ ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഈ ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് പറയുന്നുണ്ട്. നിങ്ങൾ കംഫർട്ടബിൾ ആണെങ്കിൽ നിങ്ങൾ പീരിയഡ്സ് കഴിഞ്ഞതിന് മുമ്പ്, പീരിയഡ്സ് കഴിയുന്ന ആ ഒരു സമയത്ത്, നിങ്ങളുടെ എൻറ്റയർ മെൻസ്ട്രൽ സൈക്കിളിന്റെ സമയത്ത് നിങ്ങൾക്ക് ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാവുന്നതാണ്. അടുത്തതായിട്ട് എല്ലാവരും ചോദിക്കുന്ന സംശയമാണ് നമ്മുടെ ആ ഒരു പൊസിഷൻ നമ്മൾ എത്ര മണിക്കൂർ കിടക്കണം എന്നുള്ള കാര്യം. നമുക്ക് ഒരിക്കലും ഒരാൾക്ക് അവരുടെ ആ ഒരു ഉറങ്ങുന്ന സമയം മൊത്തം ഒരു പൊസിഷൻ മാത്രം പിടിച്ചു കിടക്കാനായിട്ട് സാധിക്കില്ല. അപ്പോൾ നിങ്ങൾ കിടക്കുന്ന സമയങ്ങളിൽ കുറച്ചു നേരം നിങ്ങളെ കൊണ്ട് പറ്റുന്ന അത്രയും സമയം നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ കിടക്കുക. അതിനുശേഷം നിങ്ങൾ കംഫർട്ടബിൾ അല്ലെങ്കിൽ നിങ്ങൾ അടുത്ത പൊസിഷൻ നിങ്ങൾ മാറ്റി അങ്ങനെ മാറി മാറി കിടക്കുക കേട്ടോ. ആ ഒരു പൊസിഷനാണ് ബെനിഫിറ്റ് എന്ന് വിചാരിച്ചിട്ട് ആ ഒരു പൊസിഷൻ തന്നെ നിങ്ങൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല. അങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുമ്പോഴേക്കും നമുക്കൊരു സൈഡ് വേദനയൊക്കെ ഒരേ പൊസിഷനിൽ തന്നെ കുറെ അങ്ങോട്ട് കിടക്കുമ്പോഴേക്കും നമുക്ക് സൈഡൊക്കെ വേദന ഉണ്ടാവാനായിട്ടുള്ള സാധ്യതകൾ കൂടുതലാണ്. അതുകൊണ്ട് അത് എപ്പോഴും ഒന്നും ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യേണ്ട ആവശ്യമില്ല കേട്ടോ. ഇംപ്ലാന്റേഷൻ നടക്കുന്ന സമയത്ത് ഒഴിച്ചിട്ട് നമ്മൾ ഓവുലേഷൻ സമയത്തും ഈ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുകയാണെങ്കിൽ നമ്മളുടെ അണ്ടമൊക്കെ കൃത്യമായിട്ട് ഗ്രോ ആകുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കും. അണ്ടമൊക്കെ കൃത്യമായിട്ട് വലുപ്പം വെച്ച് അങ്ങോട്ട് നാച്ചുറലായിട്ട് പൊട്ടണമെങ്കിൽ കൃത്യമായിട്ട് ബ്ലഡ് സർക്കുലേഷൻ നമ്മളുടെ ഓരോ ശരീരഭാഗങ്ങളിലോട്ടും എത്തണം. അതുപോലെ തന്നെ നമ്മുടെ ഓവറീസിലോട്ടും ഒക്കെ എത്തണം. ഹോർമോണുകളുടെ പ്രവർത്തനമൊക്കെ കൃത്യമായിട്ട് നടക്കണം. അതിനെല്ലാത്തിനും നിങ്ങൾ ഈ ഒരു സ്ലീപ്പിംഗ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് നിങ്ങളെ സഹായിക്കും കേട്ടോ. അപ്പൊ നിങ്ങൾ കഴിവതും ഈ ഒരു പൊസിഷൻ ഓപ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കാം. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ്സിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമന്റ്സ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമന്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ്
കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത്, സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ Day 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.